ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റണ ഒരു കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 200 ഗ്രാം കൂൺ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു മസാല റെഡിയാക്കണം. 1/2 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചുവന്ന മുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇത് 4 നമുക്ക് വറുത്തെടുക്കാം. കുരുമുളകും മല്ലിയും ജീരകവും ഒക്കെ നല്ലോണം വറുത്തെടുത്തു. ഇനി തണുത്തതിന് ശേഷം ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 സവാള ചെറുതായിട്ട് മുറിച്ചത്, 2 പച്ചമുളക്, കുറച്ച് വേപ്പില. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. സവാള നല്ലോണം വാടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഫൈനായിട്ട് അരച്ചത് ഇതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയതും പൊടികൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓൾറെഡി നമ്മൾ മല്ലി വറുത്ത് പൊടിച്ചിട്ടുണ്ട്, അത് കാരണം പൊടി ചേർക്കുമ്പോൾ 1/4 ടീസ്പൂൺ ചേർത്താം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. കുരുമുളകും പച്ചമുളകും ചുവന്ന മുളകും എല്ലാം ചേർത്തുണ്ട്. നിങ്ങൾക്ക് ഇത് കൂടാണ്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സാധാരണ മുളക് പൊടി ആഡ് ചെയ്തോളാം. പൊടികളുടെ പച്ചമണം പോട്ടെ. പൊടികളുടെ പച്ചമണം പോയത് നമ്മൾ നന്നാക്കി വെച്ചേക്കണ കൂണിട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് കൂൺ വേവിച്ചെടുക്കാം. കൂൺ പെട്ടെന്ന് വേവ് കൂട്ടാം. 10 മിനിറ്റ് പോലും വേണ്ട. കുറച്ച് വെള്ളം ചേർത്താൽ മതി. കൂൺ വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. കൂൺ ഇപ്പൊ വെന്തുണ്ടാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പകുതി സവാള നീളനെ മുറിച്ചത്, പകുതി ക്യാപ്സിക്കം, പകുതി തക്കാളി, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ പൊടിച്ച് വെച്ചേക്കണ പൊടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ചാൽ മതിയിട്ട. സവാളയൊക്കെ ചേർത്തതിന് ശേഷം സവാളയും ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് നല്ലോണം തിളച്ചിട്ടാം. മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൂൺ റോസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.